എ വരെയുള്ള അക്ഷരങ്ങളാണ് സിംഗിൾ ലൈനിൽ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിരുന്നത്. ഇനി എ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ചെറിയൊരു റ, പിന്നീട് നീട്ടി വരച്ചു മുകളിലേക്ക്, അത് കഴിഞ്ഞിട്ട് ഒരു ദ. അപ്പം എന്തായി? എ. ഇങ്ങനെ എഴുതിയതിന് ശേഷം അതിൻ്റെ കൂടെ ഒരു ദ കൂടി ചേർക്കുന്നു. അപ്പോൾ എന്തായി? എ എന്ന അക്ഷരമായി മാറി. ഏലം, ഏണി, നോക്കൂ, ഇവിടെ മുകളിൽ മുട്ടിക്കാതെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സിംഗിൾ ലൈൻ ബുക്കിനകത്ത് മുകളിൽ മുട്ടിച്ച് എഴുതുകയില്ല. ഇനി അടുത്തത് ഐ. ഇതാണ് ഐ. ഇനി ഈ ചിഹ്നം ആദ്യമാണ് ഇടുന്നത്. എ എന്നുള്ള അക്ഷരത്തിൻ്റെ മുൻപാണ് നമ്മളിത് ഇടേണ്ടത്. നോക്കൂ, ഇതുപോലൊരു ചിഹ്നം ഇട്ടു, അതിനുശേഷം നമ്മൾ എ എന്നത് എഴുതുന്നു. അപ്പം എന്തായി? ഐ. ഇതിങ്ങനെ ചേർത്ത് തന്നെ എഴുതുക. അടുത്തത് ഒ. ഇതാണ് ഒ. ചെറിയൊരു വട്ടം ഇടുന്നു, പിന്നീട് അതിനോടൊപ്പം തന്നെ ദ എഴുതുന്നു. എങ്ങനെയാ? ചെറിയൊരു വട്ടം ഇടുന്നു, അതിനോടൊപ്പം ദ എഴുതുന്നു. അതാണ് ഒ. ഒന്ന്, ഒരിക്കൽ, അതൊക്കെ ഈ അക്ഷരം ചേർത്തിട്ടാണ് എഴുതുന്നത്. അടുത്തത് ഓ എന്ന അക്ഷരം. ഓല. അത് എഴുതുന്നതിന് ഈ അക്ഷരമാണ് ഉപയോഗിക്കുന്നത്. ഓ. ആദ്യം ഓ എഴുതി, അതിനുശേഷം ഇങ്ങനെയൊരു മാത്ര അതിടുന്നു. ഓ. അടുത്തത് ഔ. ഓ എഴുതിയതിന് ശേഷം നമ്മൾ ഈ മാത്രയൊക്കെ എഴുതിയിരുന്നല്ലോ, അതുപോലെ ഇതിനോട് ചേർക്കുക. അപ്പോൾ എങ്ങനെയത് ഉച്ചരിക്കുന്നത്? ഔ. ഔഷധം, ഔദാര്യം, അതൊക്കെ ഔ ചേർത്തിട്ടാണ്. ഇതുപോലെയാണ് സിംഗിൾ ലൈനിൽ ഔ എഴുതുന്നത്. അടുത്ത അക്ഷരം ആ എഴുതുക. അതിനുശേഷം ഒരു ചെറിയ വട്ടം. എങ്ങനെയാണ്? ആ എഴുതുന്നു, അതിനുശേഷം അതിനോട് ചേർത്ത് ചെറിയൊരു വട്ടം ഇടുന്നു. ഇതെന്താണ്? അംബുജം, അമ്പരം, ഇതൊക്കെ ചേർത്തിട്ടാണ് എഴുതുന്നത്. അതിനുശേഷം അഹ എന്നാണ്. എന്താണ്? ആ എഴുതുക, അതിനുശേഷം രണ്ട് വട്ടം ഇടുന്നു. ഇത് വിസർഗം എന്നാണ് പറയുക. അപ്പോൾ എന്താണ്? അഹ എന്നാണ്. അഹ എന്ന് കേൾപ്പിക്കേണ്ട, അഹ്. ആഹ്. ടു ലൈൻ ബുക്കിനകത്ത് ഇനി എഴുതാൻ പോകുന്ന അക്ഷരം എ എന്നുള്ളതാണ്. ഏ. ഏലം, ഏണി. ആ വാക്കുകളൊക്കെ ഈ അക്ഷരം ഉപയോഗിച്ചാണ് എഴുതുക. എ. ആദ്യം കുഞ്ഞൊരു റാ എഴുതുന്നു, പിന്നെ നീട്ടി വരച്ചു, പിന്നെ മുകളിലേക്ക്, അവിടുന്ന് താഴേക്ക്, അത് കഴിഞ്ഞിട്ട് ഒരു ദ. അപ്പോൾ എന്തായി? എ. ഇനി ഐ. ഇതുപോലെ ഒരു ചിഹ്നം ഇടുന്നു. പിന്നീട്
എ എഴുതുക. എങ്ങനെയാണ്? ഇതുപോലെ ഒരു ചിഹ്നം, പിന്നീട് നമ്മൾ മുമ്പ് പഠിച്ച എ അതെഴുതുക. അപ്പോൾ എന്തായി? ഐ. മുകളിലും താഴെയും മുട്ടിച്ചിട്ട് എഴുതാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം 2 ലൈൻ ബുക്കിനകത്ത്. ഐ. ഐ. അടുത്തത് ഓ. എങ്ങനെയാണ്? ചെറിയൊരു വട്ടം ഇട്ടിട്ട് പിന്നൊരു ദ. എങ്ങനെയാണ്? ചെറിയൊരു വട്ടം പിന്നീട് ദ. അപ്പോൾ എന്തായി? ഓ. ഇനി ഓ എന്നുള്ളത് എങ്ങനെ എഴുതും നോക്കൂ. ആദ്യം ഓ എഴുതുക, അതിനുശേഷം ഇതുപോലെ ഓ. ഓ എഴുതി നമ്മൾ സി തിരിച്ചിടുന്നത് പോലെ ഓ. ഇത് ഓ, പിന്നെ ഇതുപോലെ ചിഹ്നമിടുക. അപ്പോൾ എന്തായി? ഓ. ഓല, ഓന്ത്, അതൊക്കെ ഈ അക്ഷരം ഉപയോഗിച്ച് എഴുതുന്നത്. പിന്നീട് ഔ. ഓ എഴുതിയതിന് ശേഷം ദേ ഇതുപോലൊരു ചിഹ്നം. നമ്മൾ ഈ എന്നൊക്കെ എഴുതിയപ്പോൾ ഈ ഒരു ചിഹ്നം ഉപയോഗിച്ചില്ലേ, അതേപോലെ. അപ്പോൾ ഓയുടെ കൂടെ അത് ചേരുമ്പോൾ ഔ എന്നാണ് പറയുക. നോക്കൂ, ഓ എഴുതി അതിനുശേഷം ഇതുപോലെ ചിഹ്നമിടുന്നു. അപ്പോൾ ഓ, ഔ. 2 ലൈൻ ബുക്കിനകത്ത് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ആ എഴുതി അതിനുശേഷം അതിനോട് ചേർത്ത് ചെറിയൊരു വട്ടമിടുന്നു, അം. അത് കഴിഞ്ഞിട്ടുള്ളത് അഹ്. അത് മുകളിൽ മുട്ടിച്ചിട്ട് ഈ വട്ടം ഇടണം, താഴെ മുട്ടിച്ചിട്ട് ഈ വട്ടം ഇടണം. ഇതുപോലെയാണ് 2 ലൈൻ ബുക്കിനകത്ത് എഴുതേണ്ടത്. സ്വരാക്ഷരങ്ങളിലെ 15 അക്ഷരങ്ങളും സിംഗിൾ ലൈൻ ബുക്കിനകത്തും 2 ലൈൻ ബുക്കിനകത്തും എഴുതിയതായിരുന്നു നമ്മൾ ഇതുവരെ കണ്ടത്. ഇനി ഇത് ഒരുമിച്ച് എഴുതിയിരിക്കുന്നത് ഒന്ന് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അ, ആ, ഇ, ഈ, ഉ, ഊ, ഋ, എ, ഏ, ഐ, ഒ, ഓ, ഔ, അം, അഹ്.